നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് വേനൽ മഴ കടുക്കുന്നു. ഇന്ന് 9 ജില്ലകളിലാണ് ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ഈ ജില്ലകളിലാണ് മഴ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. അതിനിടെ കാലവർഷം ശ്രീലങ്കയിൽ എത്തിയിരിക്കുകയാണ്. സംസ്ഥാനത്ത് അടുത്ത ആഴ്ച അവസാനത്തോടെ കാലവർഷം എത്തുമെന്നാണ് അറിയിപ്പ്. അതുവരെ വേനൽ മഴയും തുടർന്നേക്കും. ഇന്ന് രാവിലെ അടുത്ത മണിക്കൂറുകളിലൊക്കെ തന്നെ കേരളത്തിലെ തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ നേരിയ ഇടത്തരം മഴയ്ക്കും മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. 2026 മെയ് 17 ഇന്ത്യ വളരെ വ്യത്യസ്തമായ 2 കാലാവസ്ഥകളിലേക്ക് കടക്കുകയാണ്. വടക്ക് പടിഞ്ഞാറൻ മേഖല കടുത്ത ഉഷ്ണതരംഗത്തിനിരയാകുമ്പോൾ തെക്കും വടക്കും കിഴക്കും മേഖലകൾ ഇടിമിന്നലിനും കനത്ത മഴയ്ക്കും ശക്തമായ കാറ്റിനും ഇരയാകുന്നു. മൺസൂൺ പതുക്കെ വടക്കോട്ട് നീങ്ങുമ്പോൾ മത്സരിക്കുന്ന കാലാവസ്ഥാ സംവിധാനങ്ങളെ പ്രതിഫലിപ്പിക്കുന്ന വ്യത്യാസം നാടകീയമാണ്. പടിഞ്ഞാറൻ രാജസ്ഥാൻ, ഉത്തർപ്രദേശ്, പടിഞ്ഞാറൻ കിഴക്കൻ മധ്യപ്രദേശ്, വിദർഭ, പഞ്ചാബ്, ഹരിയാന, ഡൽഹി, ഛത്തീസ്ഗഡ് എന്നിവിടങ്ങളിൽ ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പ് ഉഷ്ണതരംഗ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. മെയ് 17 ഇന്ത്യ ചുട്ടുപൊള്ളുന്ന വടക്കൻ പ്രദേശമായും മഴ പെയ്യുന്ന തെക്ക്, വടക്ക് കിഴക്ക് എന്നിങ്ങനെ വിഭജിക്കപ്പെടും. ഡൽഹിയിൽ 42 ഡിഗ്രി സെൽഷ്യസ് വരെ എത്താം. അതേസമയം കേരളം, തമിഴ്നാട്, വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ എന്നിവിടങ്ങളിൽ കനത്ത മഴ പെയ്യുമെന്ന് പ്രവചിക്കപ്പെടുന്നു. ഡൽഹിയിലെ താപനില 39-നും 42-നും ഇടയിൽ സെൽഷ്യസ് വരെ ഉയരാം. ആകാശം മിക്കവാറും വെയിലായിരിക്കും. മഴയ്ക്കുള്ള സാധ്യത വളരെ കുറവാണ്. ഈ പ്രദേശങ്ങളിലെ ആളുകൾ തിരക്കേറിയ സമയങ്ങളിൽ വീടിനുള്ളിൽ തന്നെ തുടരാനും നന്നായി ജലാംശം നിലനിർത്താനും അനാവശ്യമായ പുറത്തെ പ്രവർത്തനങ്ങൾ ഒഴിവാക്കാനും IMD നിർദ്ദേശിക്കുന്നു. തെക്കും വടക്കും കിഴക്കും വളരെ വ്യത്യസ്തമായ ഒരു ചിത്രമാണ്. അതായത് അരുണാചൽ പ്രദേശ്, അസം, മേഘാലയ, ഹിമാലയത്തിന് താഴെയുള്ള പശ്ചിമ ബംഗാൾ, സിക്കിം, ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ, തമിഴ്നാട്, കേരളം, കർണാടകയുടെ ചില ഭാഗങ്ങൾ എന്നിവിടങ്ങളിൽ കനത്തതോ വളരെ ശക്തമായതോ ആയ മഴ പെയ്യുമെന്നാണ് IMD പ്രവചിക്കുന്നത്. മെയ് 17 മുംബൈ, ബംഗളൂരു, ചെന്നൈ, കൊൽക്കത്ത, ഹൈദരാബാദ് എന്നിവിടങ്ങളിലെല്ലാം ആകാശം ഭാഗികമായി മേഘാവൃതമായിരിക്കും. പല നഗരങ്ങളിലും ഇടിമിന്നൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഈ പ്രദേശങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയും മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റുമുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. വടക്ക് കിഴക്കൻ മേഖലയിലെ കുന്നിൻ പ്രദേശങ്ങളിൽ വെള്ളപ്പൊക്കത്തിനും മണ്ണിടിച്ചിലും സാധ്യതയുള്ളതിനാൽ താമസക്കാർ ജാഗ്രത പാലിക്കണം. മുംബൈയിൽ ചൂടും ഈർപ്പവുമായിരിക്കും. ഉയർന്ന താപനില 32 മുതൽ 35 ഡിഗ്രി സെൽഷ്യസ് വരെ ആയിരിക്കും. ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയുണ്ട്. ബംഗളൂരിൽ മേഘാവൃതമായ ആകാശവും ഇടിമിന്നലുള്ള മഴയും പ്രതീക്ഷിക്കാം. ചെന്നൈയിൽ ചൂട് കൂടുതലും ഈർപ്പമുള്ളതുമായിരിക്കും. താപനില 36 ഡിഗ്രി സെൽഷ്യസിലെത്തും. കൊൽക്കത്തയിലും ഹൈദരാബാദിലും ചൂടുള്ളതും ഭാഗികമായി മേഘാവൃതവുമായ കാലാവസ്ഥ പ്രതീക്ഷിക്കാം. ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും സാധ്യതയുണ്ട്. തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ ഇതിനകം തെക്ക് കിഴക്കൻ അറേബ്യൻ കടലിന്റെ ചില ഭാഗങ്ങളിലേക്കും ബംഗാൾ ഉൾക്കടലിലേക്കും ആൻഡമാൻ കടലിലേക്കും നിക്കോബാർ ദ്വീപുകളിലേക്കും എത്തിയിട്ടുണ്ട്. മെയ് 26 കേരളത്തിൽ എത്തുമെന്നാണ് IMD പ്രതീക്ഷിക്കുന്നത്. 4 ദിവസം എടുത്തേക്കാം. അതുവരെ വടക്ക് ചുട്ടുപൊള്ളുന്നത് തുടരും. അതേസമയം തെക്കും വടക്കും കിഴക്കും മൺസൂൺ സീസണിന്റെ ആദ്യ രുചി അനുഭവിക്കും. അതേസമയം തന്നെ കേരളത്തിൽ പലയിടങ്ങളിലും അതിശക്തമായിട്ടുള്ള മഴയിൽ നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. വയനാട് കൽപ്പറ്റയിൽ കഴിഞ്ഞ 2 ദിവസവും വെള്ളിയാഴ്ച രാത്രി അതും ശനിയാഴ്ച പുലർച്ചെയും ജില്ലയിലുണ്ടായ ശക്തമായ മഴയിലും അതിശക്ത കാറ്റിലും വ്യാപക നാശനഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത്. യെല്ലോ അലേർട്ട് ഉണ്ടായിരുന്ന വെള്ളിയാഴ്ച ജില്ലയിൽ ആകെ മഴ പെയ്തു. മഴയ്ക്കൊപ്പം കാറ്റും വീശിയടിച്ചു. ശക്തമായ ഇടിമിന്നലുണ്ടായി. ശനി പുലർച്ചെയുണ്ടായ മഴയിലായിരുന്നു നാശനഷ്ടമേറെ. പലയിടങ്ങളിലും കൃഷിനാശമുണ്ടായി. വാഴകൾ നിലം പൊത്തിയാണ് നഷ്ടമേറെ. കമുകുകളും പൊട്ടിവീണു. മരങ്ങൾ വീണ് വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. വൈദ്യുതി തൂണുകൾ പൊട്ടിവീണു. മണിക്കൂറുകൾ വൈദ്യുതി നിലച്ചു. KCB ജീവനക്കാർ രാവും പകലും ജോലി ചെയ്താണ് വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ചത്. റോഡുകളിലേക്ക് കൂറ്റൻ മരങ്ങൾ കടപുഴകി. അഗ്നിരക്ഷാ സേനയെത്തി മരങ്ങൾ മുറിച്ചു മാറ്റിയാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത്. മണിക്കൂറുകൾ ഗതാഗതം തടസ്സപ്പെട്ടു. മാനന്തവാടി, കൽപ്പറ്റ, പുൽപ്പള്ളി, ബത്തേരി, പനമരം മേഖലകളിലെല്ലാം മഴയുണ്ടായി. KCBക്ക് ലക്ഷങ്ങളുടെ നഷ്ടം സംഭവിച്ചു. വൈദ്യുതി തൂണുകൾ തകർന്നും ലൈൻ പൊട്ടിവീണും ട്രാൻസ്ഫോമറുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചുമാണ് നഷ്ടം.
മെയ് 17, മെയ് 18 ദിവസങ്ങളിൽ കടലിൽ പോകുന്നവർ ശ്രദ്ധിക്കണം. തമിഴ്നാട് തീരം, ഗൾഫ് ഓഫ് മാന്നാർ, കന്യാകുമാരി പ്രദേശം, മധ്യകിഴക്കൻ ബംഗാൾ ഉൾക്കടൽ, തെക്കൻ ബംഗാൾ ഉൾക്കടൽ, അതിനോട് ചേർന്ന മധ്യപടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടൽ, ആൻഡമാൻ കടൽ എന്നിവിടങ്ങളിലും മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെ വേഗതയിലും ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. മെയ് 19 തമിഴ്നാട് തീരം, ഗൾഫ് ഓഫ് മാന്നാർ, അതിനോട് ചേർന്ന കന്യാകുമാരി തീരം, തെക്കൻ ബംഗാൾ ഉൾക്കടൽ, മധ്യ ബംഗാൾ ഉൾക്കടൽ, ആൻഡമാൻ കടൽ എന്നിവിടങ്ങളിലും മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെയും ചില പ്രത്യേക സാഹചര്യത്തിൽ മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെയും വേഗതയിലും ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. നാളെ ഗൾഫ് ഓഫ് മാന്നാർ, അതിനോട് ചേർന്ന കന്യാകുമാരി പ്രദേശം, മാലിദ്വീപ് പ്രദേശം, തെക്കൻ ബംഗാൾ ഉൾക്കടൽ, മധ്യ കിഴക്കൻ ബംഗാൾ ഉൾക്കടൽ, മധ്യ പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിനോട് ചേർന്ന പ്രദേശങ്ങൾ, മ്യാൻമാർ തീരം, ആൻഡമാൻ കടൽ, തെക്കൻ തമിഴ്നാട് തീരം എന്നിവിടങ്ങളിലും മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെയും വേഗതയിലും ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട്. 19 20 തീയതികളിൽ ഗൾഫ് ഓഫ് മാന്നാർ, അതിനോട് ചേർന്ന കന്യാകുമാരി തീരം, തെക്കൻ ബംഗാൾ ഉൾക്കടൽ, മധ്യ ബംഗാൾ ഉൾക്കടൽ, തമിഴ്നാട് തീരം, ആന്ധ്രാപ്രദേശ് തീരം, ആൻഡമാൻ കടൽ എന്നിവിടങ്ങളിലും മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെയും ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട്. ഈ പറഞ്ഞ തീയതികളിൽ ഒന്നും തന്നെ മത്സ്യബന്ധനത്തിന് പോകാൻ പാടുള്ളതല്ല. കേരളത്തിൽ ടിപ്പർ ലോറിയുടെ ഉയർത്തി വെച്ചിരുന്ന ഡംപ് ബോക്സ് അബദ്ധത്തിൽ താഴേക്ക് പതിച്ച് യുവാവ് മരിച്ചു എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. ഉണ്ണികൃഷ്ണൻ 38 വയസ്സാണ് പ്രായം. കഴിഞ്ഞ ദിവസമാണ് അപകടം. വെള്ളിയാഴ്ച രാത്രി 8:30 അപകടം. അതും മഴ, അതിശക്തമായിട്ടുള്ള മഴയായിരുന്നു മേഖലയിൽ പെയ്യുന്നുണ്ടായിരുന്നത്. ക്ഷേത്രത്തിന് സമീപത്തെ പറമ്പിൽ ഡംപ് ബോക്സ് ഉയർത്തി നിർത്തിയിട്ടിരുന്ന ടിപ്പർ ലോറിയുടെ അടിയിൽ മഴ നനയാതിരിക്കാൻ കയറി നിന്നതായിരുന്നു ഉണ്ണികൃഷ്ണൻ. ഇതിന്റെ അബദ്ധത്തിൽ ലിവറിൽ തട്ടി ഡംപ് ബോക്സ് താഴേക്ക് പതിക്കുകയായിരുന്നു എന്നാണ് വിവരം. ഉടൻ തന്നെ പോലീസും നാട്ടുകാരും ചേർന്ന് സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായിട്ടില്ലായിരുന്നു. ഏതായാലും മഴ സീസൺ ആകുന്നതോടുകൂടി തന്നെ അപകട മരണങ്ങൾ അധികമാകാറുണ്ട്. പ്രത്യേകിച്ച് ഇടിമിന്നലേറ്റൊക്കെയുള്ള മരണങ്ങളും അപകടങ്ങളും പതിവാണ്. അതുകൊണ്ട് ജനങ്ങൾ ജാഗ്രത പാലിക്കേണ്ടതാണ്.